അൻസാർ, അൻസാറിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കുടുംബമൊക്കെ എങ്ങനെ? സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല. മക്കള് 4 പേര്. ഭാര്യ ഉണ്ട്? ഉണ്ട്. ഓക്കെ. എന്താ ജോലി? ജോലി ഇപ്പൊ ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡില് ബൊലോറോ പിക്കപ്പ് ഓടിക്കണം. ഒരു നിമിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കണം, മരണമാണ് ഏറ്റവും നല്ല വഴി എന്ന് താങ്കൾ ചിന്തിക്കാൻ കാര്യം എന്തായിരുന്നു അന്ന്? അത് പലവട്ടം 500 പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിച്ചായിരുന്നു. ഇത് എത്ര കൊല്ലത്തിന് മുമ്പാണിത്? അതൊരു 3-4 വർഷമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വരെയായിരുന്നു. അതൊന്നും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? കേൾക്കാൻ ആളില്ല. ഇല്ല, വീട്ടിലൊന്നും ആളില്ല. വൈഫിനോടൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് സമ്പന്ന രീതിയിൽ വന്നതും തോറും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഉത്സവമായാലും പള്ളിയിലായാലും നാട്ടുകാരായാലും സഹകരിക്കാനായാലും ഹോസ്പിറ്റലായാലും ആക്സിഡന്റ് ആയാലും ഞാൻ ലീവിന് വന്നാൽ പോലും 6 മാസം നാട്ടുകാർക്ക് വേണ്ടി നടന്നവനാണ്. വെളിയിലായിരുന്നു. മസ്കറ്റിൽ 12 വർഷം. അത്യാവശ്യം പണം ഉണ്ടാക്കി അവിടെ പോയിട്ട് കുറച്ച് ഉണ്ടായി, വീടൊക്കെ മേടിച്ചതാ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് മസ്കറ്റില് ബിസിനസ് തുടങ്ങി. ഒരു 5 ബന്ധുക്കളെ കൊണ്ടുപോയി. മേടിച്ച വീടും വിറ്റ് വൈഫിന്റെ 50 പവന്റെ സ്വർണം പോയി. അവിടെ നിന്ന് തുടങ്ങി മാനേജ് ചെയ്ത് വന്ന് കടം പേടി ഇതായി വന്നപ്പോ കുറച്ച് ബന്ധക്കാര് സുഹൃത്തുക്കളൊക്കെ സഹായിച്ചിരുന്നു. അവര് സഹായിച്ചവര് കൊടുക്കാൻ പറ്റേണ്ടപ്പോ യാദൃശ്യമായിട്ട് എന്നോട് വിഷമം തോന്നിയപ്പോ ഞാൻ പലിശക്ക് എടുക്കാൻ തുടങ്ങി. അത് 6 ലക്ഷം രൂപ എടുത്തിട്ട് 9 ലക്ഷം രൂപ പലിശ കൊടുത്തു. 6 ലക്ഷം 9 ലക്ഷം പലിശ തൊട്ട് അയലൊക്കെക്കാരനാ. ഇല്ലില്ല, തൊട്ട് അയലൊക്കെക്കാരൻ തന്നെ. അത് കഴിഞ്ഞ് എടുക്കാണ്ടായപ്പോ അവര് തന്നെ വന്ന് ക്യാഷ് എടുത്തതിന് ആധാരം എടുത്തതിന് ശേഷം എന്നോട് കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നീ ഇത്രയും പലിശ കൊടുത്തല്ലോ. ഈ ഉടമസ്ഥൻ തന്നെ ആധാരം വന്നെടുത്തു. ഇപ്പൊ ആ ആധാരം വേറെ അവർക്ക് ബുദ്ധിമുട്ടായപ്പോ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ അതിന്റെ പലിശ ഞാൻ കൊടുക്കണം. അവർക്ക് ബുദ്ധിമുട്ടായി. മൊത്തം തകർന്നോ? സാമ്പത്തികമായിട്ട് തകർന്നു. പിന്നെ വീട്ടിലുള്ളവരുടെ ഒരു പ്രതികരണം വീട്ടുകാർ കുഴപ്പമില്ല. സ്വാഭാവികമായിട്ട് അവർക്കും ഒരുപാട് ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്ന പ്രശ്നങ്ങളും ഭീഷണി കേസുകൾ പോലീസിനടക്കം വിളിച്ചു. സ്വന്തം ബന്ധുക്കൾ. എത്ര വരെ വർദ്ധിച്ചു? ഇപ്പൊ 25 ലക്ഷം രൂപ. ഇപ്പൊ 25 ലക്ഷം രൂപ കടമുണ്ട്. 25 ലക്ഷം രൂപ വാടകയ്ക്ക്. വട്ടിക്കടയിലാണോ താങ്കൾ ഒരു സൂയിസൈഡ് ഒക്കെ ആലോചിച്ചത്? അത് കൂടാണ്ട് സാറേ ഞാൻ 30,000 രൂപ ഒരു ലോണിന്റെ എക്സ്പെൻസിന് വേണ്ടി കൊടുത്തായിരുന്നു. അവർ ഓഫീസ് സ്റ്റാഫിന്റെ പൈസ എന്ന് പറഞ്ഞു. അത് ഹാരിസ് എന്ന് പറഞ്ഞ ഒരാൾ കൊടുങ്ങല്ലൂരുള്ള ആള് മേടിച്ചത്. പേര് പറയാലോ, കുഴപ്പമില്ല. പൂർണ്ണ തെളിവുകൾ എന്റെ പിന്നെ അവര് പോക്കൊന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഹാരിസ് അഴീക്കോട് എന്ന് പറഞ്ഞ ആൾ എന്റെ പൈസ മേടിച്ചു 30,000 രൂപ. അവനൊരു കൊല്ലം കഴിഞ്ഞപ്പോ തിരിച്ചു വന്ന് ലോൺ ശരിയാവില്ല എന്ന് പറഞ്ഞു. അവൻ വേറെ ആൾക്ക് എന്റെ നമ്പർ കൈമാറി. ഭയങ്കര ഒരു തട്ടിപ്പ് വരാൻ സാറ് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, എല്ലായിടത്തിലും വന്നതാണ്. അവൻ ഒരാളേന്ന് 84 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് തന്നെ 90 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അവരെ നമ്പറൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ലൈവായിട്ട് ഇപ്പൊ വിളിക്കാം. ഞാൻ അവരെ വിളിച്ചിട്ടാ വന്നേ. എന്ത് വേണേലും സാറിനോട് ശ്രീകണ്ഠൻ സാറിനോട് പറയാന്ന് പറഞ്ഞു. SKനോട് ഞങ്ങൾ പറഞ്ഞോളാം, മട്ടാഞ്ചേരി കൊച്ചിയിലുള്ള ആൾക്കാരെ ഇപ്പോഴും കേസായിട്ട് മുന്നോട്ട് പോവാം. എൻ്റെ കയ്യിൽ നിന്ന് 4 ബന്ധുക്കളെ കയ്യിൽ നിന്ന് ഞാൻ 10.5 ലക്ഷം രൂപ ഇവർക്ക് ട്രഷറിൽ അടക്കാനും പറഞ്ഞ് ഇവനക്ക് മേടിച്ചു കൊടുത്തിട്ട് ഇവൻ പൈസ ആയിട്ട് മുങ്ങി. ആ ബാധ്യത എൻ്റെ കയ്യിലായി. എത്ര ലക്ഷത്തിന്റെ? 10.5 ലക്ഷം രൂപ. ദിനേശ് എന്ന് പറഞ്ഞിട്ട് തേരി ഹൗസ്, വെള്ളാങ്കല്ലൂര്, നടവരമ്പ്. യഥാർത്ഥത്തില് ഇപ്പൊ ഇത് കാണുന്ന ചില കുട്ടികൾ കാണും, ഈ കൗമാരക്കാരുടെ ഈ സൂയിസൈഡ് നിരക്ക് കൂടുതൽ ആശങ്കയുള്ള മാധ്യമപ്രവർത്തനം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എന്റെ മക്കൾ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നിരന്തരം വന്നിട്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് മരിക്കാം. കുട്ടികളോ? ചോദിച്ചിട്ടുണ്ട്. സത്യം, റെക്കോർഡിംഗ് എടുക്കാൻ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അല്ല പറയുന്ന പറഞ്ഞാൽ അവർ കാണില്ല സാർ. വെളിയും ചീത്തോളിയും അത് ഇതൊക്കെ കാണുമ്പോ അവര് വന്ന് ഇല്ലില്ല, അടിപിടി ഉണ്ടായില്ല. കരഞ്ഞിട്ട് അല്ലല്ല, ഗുണ്ടേസൊന്നുമല്ല, ബന്ധുക്കളെ. എന്നോട് കയറ് മേടിച്ചുതരാം, തൂങ്ങിച്ചാവാൻ പറഞ്ഞു. പിന്നെ പേര് പറയുന്നില്ല, നമ്മളെ സ്വന്തം ബ്ലഡിൽ പറഞ്ഞവരെന്നെ. ഇപ്പോഴും ഉണ്ട് ജീവനോട്. നന്നാവത്തില്ല, തൂങ്ങിച്ചത്തോ, നീ തൂങ്ങിച്ചാവും. അല്ലല്ല, നിന്റെ കടം നാട്ടുകാർ വീട്ടിക്കോളും, നീ ഇല്ലെങ്കിൽ നിന്റെ വീട്ടിക്കോളും. വൈഫ് എന്ത് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ? വൈഫ് എന്ത് പറയാനാ? വൈഫ് പറയാൻ അങ്ങനെ ചാവാൻ പറ്റുമോ നമുക്ക്? അല്ല, പിന്തിരിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ പോയാൽ ശരിയാവൂല. അതെന്റെ മക്കളെ തലയിലാവും. അപ്പൊ ഞാനും ആലോചിച്ചു. എന്റെ 4 താങ്കൾ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നു? ഞാൻ ഇന്നലെ 8 മണി മുതൽ 10:30 വരെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നു. ഇതിനായിട്ടോ? അതിനായിട്ട്.
ഒരു വാർഡൻ വന്നിട്ട് പറഞ്ഞു അവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ പിന്മാറണം. എന്താ സംഭവം? ഞാൻ പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ വന്നു. ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു നീ കുറേ ആയല്ലോ ഇവിടെ കിടന്ന് കറങ്ങണേ, പരിചയമില്ലാത്ത ആളല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കേൾക്കാൻ ആളില്ല, ഞാൻ പോകാത്ത സംഘടനക്കാരില്ല, എനിക്ക് വീടൊന്നും വേണ്ട, ഭക്ഷണത്തിന് പോലും വല്ലാത്ത പ്രയാസപ്പെട്ട സമയത്ത് കൂട്ടുകാരല്ല അന്യ ജില്ലക്കാർ, കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡുള്ള ആദ്യം പണിയെടുത്ത സുഹൃത്തുക്കളെ പൈസ അയച്ചെന്നിട്ട് ഭക്ഷണം കഴിച്ച് പറയുന്നൊരു നാണക്കേടൊന്നുമില്ല, നല്ല രീതിയിൽ ജീവിച്ച. ഇപ്പം എൻ്റെ വൈഫിൻ്റെ കോളല്ലാണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കോളല്ലാണ്ട് എൻ്റെ ജ്യേഷ്ഠനോ പറയാലോ പെങ്ങന്മാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരുമില്ല. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് തുറന്നു പറയാൻ ആരുമില്ല. ഞാൻ ഭയങ്കര ഏകാന്തത എന്ന് പറയുന്നത് ഞാൻ പ്രാന്ത് പിടിച്ചു തരാം. ഇപ്പം ശരിക്കും ഭക്ഷണം കഴിച്ചത് സാറിൻ്റെ ടേബിളിൽ വന്നിട്ടാണ് ആസ്വദിച്ച്. ഈ സാർ എനിക്ക് ഇത്തിരി ധൈര്യം തന്നപ്പോൾ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരാ താങ്കളെ പിന്തിരിപ്പിച്ചത്? ഓട്ടോറിക്ഷക്കാർ. എന്താ പറഞ്ഞു? പോയിക്കോളാൻ പറഞ്ഞു വിടുന്നു, അല്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. ഫോട്ടോ മൊബൈൽ എടുക്കാൻ പറഞ്ഞു. ഈ ഫ്ലോറിലേക്ക് വന്ന് ഇതൊക്കെ കേട്ടപ്പം ഞാൻ അനീഷ് മോഹൻ എന്ന് പറഞ്ഞ ആൾക്ക് മെസ്സേജ് അയച്ചു, സാറെ സഹായിക്കണം, ഞങ്ങൾ ആത്മഹത്യയുടെ വക്കില, എന്തെങ്കിലും ഒരു പ്രതിവിധി കാണിച്ചു തരണം. ഞാൻ 1000-ഓളം പേർക്ക് സൗദി, ബഹ്റൈൻ, ഖത്തർ, ദുബായ് മെസ്സേജ് അയച്ചു. എനിക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്നാൽ 800 രൂപ കിട്ടിയ 300 രൂപ വീട്ടിലുണ്ടാവുള്ളൂ, ബാക്കി സാധനങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട്. സ്വന്തമായിട്ട് വീടുണ്ടോ? ഇല്ല, വീടില്ല. വീട് വിറ്റ് ഞാൻ കടം വീട്ടിന്ന് പറയും, ബാക്കി ഇതുള്ളു. അപ്പൊ വീട് വെച്ചാൽ താങ്കളുടെ പ്രശ്നം തീരൂ? വീട് വെച്ചാൽ തന്നതില്ല, എന്റെ കടങ്ങളാണ് മെയിൻ ആണ്. എല്ലാം കൂടി എനിക്ക് 25 ലക്ഷം രൂപ എഴുതി തള്ളാവുന്ന കടോത്തരമുണ്ട്. നമുക്ക് പൈസ അല്ല, എഴുതി തള്ളാനൊന്നുമില്ല സാറേ, എനിക്ക് കടം വീട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുത്തു. ഞാൻ പണി ഇല്ല, ഞാൻ സംസാരിക്കാം. നമുക്ക് ജീവിതത്തിന് പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് ഇപ്പൊ ജോലി മെയിൻ, എനിക്ക് ഗൾഫിലേക്ക് പോകണം എന്നുള്ള ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഇവിടെ കിട്ടണം, നല്ല ജോലി. താങ്കള് ജീവനോട് ഇരിക്കുക, നമുക്കൊരു മാർഗമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് സംസാരിക്കാം.